രേണു, RSSന്റെ സർസംഘചാലക് മോഹൻ ഭാഗവത് കഴിഞ്ഞ ദിവസം പറഞ്ഞത് നല്ല പ്രായത്തിൽ വിവാഹം ചെയ്യണം, അതേപോലെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകണം, നമ്മുടെ പൗരന്മാരായിട്ട് ഈ രാജ്യത്തിന്റെ മുതൽക്കൂട്ടായി അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കണം എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അത് കുറെ കാലമായിട്ട് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജനസംഖ്യ കുറയുന്നു, അത് പ്രത്യേകിച്ച് അദ്ദേഹം പറയുന്നത് ഹിന്ദു ആവേശിലാണ്, ഹിന്ദു കുട്ടികൾ കുറയുന്നു എന്നുള്ളതാണ്. അപ്പം എത്ര വയസ്സായി ഇപ്പൊ? എനിക്ക് 25 ആയിട്ടേ ഉള്ളൂ. 25 എന്തായാലും നല്ല പ്രായമാണ് കല്യാണം കഴിക്കാൻ. ഇനി ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ വേഗം കല്യാണം കഴിക്കാൻ നോക്കുക. അദ്ദേഹമൊക്കെ പറയുന്നത് ആ രീതിയിൽ എടുക്കുകയാണെങ്കിൽ എന്താണ് തോന്നുന്നത്? എന്തിനെങ്ങനെ കല്യാണത്തിനൊക്കെ പ്രായമുണ്ടോ? പ്രായമല്ലേ നമ്മള് ചാവാൻ നേരത്താണോ അതല്ല കല്യാണ പ്രായം നമ്മൾ പറയും. പക്ഷെ ഓരോ വ്യക്തിയും അതിന് കല്യാണത്തിന് പ്രായമുണ്ടോ ഓക്കെ, പക്ഷെ അതല്ല ഒരു വ്യക്തി കല്യാണം കഴിക്കാനാവണ്ടേ. അങ്ങനെ ആ ഒരു മെച്യൂരിറ്റി എന്നല്ല, സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ മനസ്സുകൊണ്ട് അല്ലെങ്കിൽ കഴിവുകൊണ്ടൊക്കെ ആ ഒരു ഇതിലെത്തുമ്പോഴല്ലേ കല്യാണം കഴിക്കുന്നത്. നമ്മുടെ നാട്ടിൽ നടക്കുന്നത് 19 നടന്നു നോക്കണ്ട. അത് വിചാരിച്ച് 19 വയസ്സായി ഇനി അവളെ കെട്ടിക്കാന്ന് വിചാരിച്ച് കെട്ടിച്ചു, അല്ലെങ്കിൽ ഒരു ആൺകുട്ടി 21 വയസ്സായി അവനെ കെട്ടിക്കാൻ വിചാരിച്ച് കെട്ടിച്ചു. അങ്ങനെ കെട്ടിച്ചിട്ട് കാര്യമുണ്ടോ? അല്ല, അങ്ങനെ 1-2 ആളുകൾക്ക് അങ്ങനെ തെറ്റായ പ്രശ്നങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ സ്ത്രീധന പീഡനോ മരണമൊക്കെ ഉണ്ട് വിചാരിച്ചിട്ട് 1-2 അല്ല, ശരിയായ പ്രായം എന്ന് പറയുന്നത് ഒരു 25. ബയോളജിക്കൽ പറയുകയാണെങ്കിൽ 25 ശേഷം എന്നല്ലേ ഈ എന്താ പറയാ ഡോക്ടേഴ്സ് ഒക്കെ പറയുന്നത്. അങ്ങനെയാണ് 19-20 വയസ്സാകുമ്പോക്കും കല്യാണം കഴിക്കുന്നവരുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഈ പെൺകുട്ടികളെ പഠിപ്പിക്കാന്നൊക്കെ പറഞ്ഞ് കല്യാണം കഴിച്ചിട്ട് ഒരുപാട് പേര് പഠിപ്പിക്കാണ്ടൊക്കെ വിടുന്നവരില്ലേ. അപ്പൊ അവരുടെ നമ്മുടെ വിഷയം അതല്ല, നമ്മുടെ സലിംകുമാർ പറഞ്ഞ പോലെ പക്ഷെ ഞാൻ പറഞ്ഞത് അങ്ങനെ കല്യാണം കഴിക്കാൻ ഇന്ന സമയത്ത് തന്നെ കല്യാണം കഴിക്കണം അങ്ങനെ ഒന്നുമില്ല. ഒരു വ്യക്തിക്ക് എനിക്ക് എപ്പോഴാണോ കല്യാണം കഴിക്കാൻ ഞാൻ ഓക്കെ ആവുന്നത്, എനിക്ക് കല്യാണം കഴിക്കണം തോന്നുന്നു, അപ്പൊ ഞാൻ കഴിക്കും. അപ്പൊ ഒരു 3 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുകയും വേണം. 3 കുഞ്ഞുങ്ങൾ തന്നെ വേണമെന്നില്ല. ഇപ്പൊ അതൊക്കെ ഓരോ ദമ്പതികളെ ഇഷ്ടമാണ്. ചിലപ്പോ 4 എണ്ണം വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും, 2 എണ്ണം വേണം, 1 മതി എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും. അത് അതിനനുസരിച്ച് അതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ. ഇതിപ്പോ ഒരാൾ പറഞ്ഞു തരണോ നീ ഇത്ര കുട്ടികളെ നിനക്ക് വേണം എന്നൊക്കെ? ഓരോരുത്തർ പറയുന്നതല്ലോ, അത് പറയുന്ന ആളുകളെ അഭിപ്രായം നമുക്ക് തള്ളാം, കൊള്ളാം. ഇന്നത് മുതിർന്ന ആളാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പൊസിഷനിൽ സ്വീകരിക്കാൻ വേണ്ടെങ്കിൽ കളയാ, അത്രേ ഉള്ളൂ. അത് ഞാനിപ്പോ നിന്നെ ഉപദേശിച്ചാൽ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം, നീ ഇങ്ങോട്ട് അവര് ഇതൊക്കെ എന്തോരം ചർച്ചകള് സമൂഹത്തിന് ചെയ്യാനുണ്ട്. സമൂഹത്തിന് അത് ഈ 1 മണിക്കൂർ പ്രസംഗത്തിനിടയില് ഒരു 3-4 സെക്കൻഡ് പറയുന്ന കാര്യങ്ങൾ മാത്രമേ അവരങ്ങനെ പറയുന്ന പല സ്റ്റേറ്റ്മെന്റുകളും അല്ല, അതങ്ങനെ പറയുള്ളൂ. അതങ്ങനെയാണല്ലോ. നമ്മളിപ്പോ മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നു, 1 മണിക്കൂർ പ്രസംഗം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് വാർത്തകളാവുന്ന എന്തെങ്കിലും വാക്കുകളുണ്ടെ മാത്രമേ അത് ശ്രദ്ധിക്കുള്ളൂ. ആ രീതിയിൽ അത് മാത്രം എടുത്ത് വാർത്തയാക്കും. പക്ഷെ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു നല്ല പ്രായത്തിൽ കല്യാണം കഴിക്കണം. പലരും കല്യാണം കഴിക്കാതെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഈ നല്ല പ്രായം അവർ ഉദ്ദേശിക്കുന്ന പ്രായം ഇതാണോ? 25-26 അങ്ങനെ പറഞ്ഞിട്ടില്ല. നല്ല പ്രായം നേരത്തെ രേണു പറഞ്ഞ പോലെയാണെങ്കിൽ ഓരോ വ്യക്തിക്കും ഏതാണ് നല്ല പ്രായം ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അവര് പറഞ്ഞു വരുന്ന അങ്ങനെയല്ല എന്ന് തോന്നുന്നു. അവരെ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് നല്ല പ്രായം എന്ന് പറയുന്നത് ഈ ഇത്തരത്തില് പെൺകുട്ടികള് വൈകാതെ പെട്ടെന്ന് കല്യാണം കഴിക്കാം, നടക്കാൻ പറ്റുന്ന പ്രായത്തിലാണല്ലോ കല്യാണം കഴിക്കേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ കല്യാണം കഴിക്കണം നിർബന്ധമുണ്ടോ? എനിക്ക് നിർബന്ധമില്ല. ഇല്ല, അപ്പൊ കല്യാണം കഴിക്കാതെ എത്ര പെൺകുട്ടികൾ ഇന്ന് ഒറ്റയ്ക്ക് കരുത്തോടെ ജീവിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള പെൺകുട്ടികളും ഉണ്ട്, അല്ലെങ്കിൽ ആൺകുട്ടികളും ഉണ്ട്. ഒറ്റയ്ക്ക് എന്നാലും പെണ്ണിന് കരുത്തൊക്കെ ഉണ്ടാവും. അപ്പൊ അതുപോലെ ചിന്തിക്ക്. ഇനിയിപ്പോ ആരെങ്കിലും ഇങ്ങനെ കല്യാണം കഴിക്കാൻ വാക്ക് കൊടുത്തിട്ട് ഇനി തേപ്പ് ഞാൻ കല്യാണം കഴിക്കില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. എനിക്ക് തോന്നുമ്പോ ആ ഒരു സമയമായി, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ മനസ്സുകൊണ്ട് അതിന് പ്രിപ്പയർഡ് ആയെന്ന് തോന്നുമ്പോ കല്യാണം കഴിക്കണം. ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെയുള്ള എല്ലാ പെൺകുട്ടികളും അങ്ങനെ ആവണമെന്നാണ്. അതെ, ഇങ്ങനെയുള്ള ആളുകൾ പറയുന്നത് അല്ലാണ്ട് ഈ അച്ഛനും അമ്മയുടെ അല്ലെങ്കിൽ കുടുംബക്കാരൊക്കെ പ്രകാരം ഫോഴ്സ് ചെയ്ത് 18, 19 അല്ലെങ്കിൽ 20 വയസ്സാകുമ്പോൾ ഒരു ജോലിയും കൂലിയും ഇല്ലാതെ കല്യാണം കഴിക്കുന്നു, ഭർത്താക്കന്മാരെ അടിമകളാകുന്നു, ഭർത്താക്കന്മാരെ അമ്മയുടെ പീഡനം സഹിക്കുന്നു. എല്ലാവരും അല്ല, എത്രയോ നല്ല ദമ്പതിമാര് ഭർത്താക്കന്മാരായാലും അവരുടെ ഭർത്താവിന്റെ അമ്മയായാലൊക്കെ നല്ല രീതിക്ക് സ്നേഹിച്ച് സ്വന്തം മക്കളെ പോലെ നോക്കി ജീവിക്കുന്നവരുണ്ട്. എല്ലാരും അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു ജോലി എന്തായാലും എല്ലാ പെൺകുട്ടികൾക്കും ഇതൊക്കെ പറയുന്നത് ഇപ്പൊ വന്ന കുറെ കേസുകളെ കേട്ടിട്ടില്ലേ? വിസ്മയ, അതുല്യം, ഇതൊക്കെയല്ലേ കേസുകൾ കേട്ടില്ലല്ല. അല്ലെങ്കിലും നമുക്ക് എന്താ എല്ലാവരും ആവശ്യത്തിന് ഇവൻ ഒരു 10 രൂപയ്ക്ക് പോലും ഒരാളെടുത്ത് പോയി കൈ നീട്ടേണ്ട ആവശ്യമില്ലല്ലോ. പെൺകുട്ടികൾ നല്ല രീതിയിൽ അപ്പൊ ജോലിയൊക്കെ ആയിട്ട് കല്യാണം കഴിച്ചാ പോരെ? ആയിക്കോട്ടെ, അതാണ് നല്ലത്.
ഇതൊക്കെ കുറെയൊക്കെ ഈ സ്ത്രീധന പീഡനവും മരണങ്ങളൊക്കെ സംഭവിക്കുന്ന കുറെയൊക്കെ പെണ്ണിന്റെ വീട്ടുകാരുടെ കയ്യിലുണ്ട്. അത് 1-2 ആണെങ്കിൽ കുഴപ്പമില്ല, 4-5 അല്ല അത് അവരുടെ കയ്യിലിരിപ്പും കുറച്ച് മോശമാണെന്നേ പറയുള്ളൂ. കാരണം അതിനേക്കാൾ നല്ല സ്വഭാവമുള്ള പയ്യന്മാരൊക്കെ വന്നിട്ടുണ്ടാവും പെണ്ണ് കാണാൻ. അപ്പം സോഷ്യൽ സ്റ്റാറ്റസും ജോലിയും പൈസയൊക്കെ നോക്കിയിട്ടാണല്ലോ കെട്ടിച്ചു കൊടുക്കുന്നത്. ക്യാഷ്, വീട്, ഇതൊക്കെയാണ് അതൊക്കെ നോക്കിയിട്ട് കെട്ടിച്ചു കൊടുത്തിട്ടാണ് അവസാനം ചത്തിട്ട് ശവമായിട്ട്. എന്റെ അറിവിൽ തന്നെ കൊറേ ഉണ്ട്. ഇപ്പൊ ഈ ഇതുപോലെ ലവ് മാരേജ് ഒക്കെ ആവുമ്പോ ചെക്കന്മാര് വന്ന് വീട്ടിൽ ചോദിച്ചാൽ നല്ലവരും ഉണ്ടാവും, ചിലപ്പോ ചീത്ത സ്വഭാവം ഉള്ളവരുണ്ടാവും. എങ്ങനെയാണെങ്കിലും അപ്പൊ അവന് വീടില്ല, നിൽക്കുന്ന ക്വാർട്ടേഴ്സിലാണ്, അല്ലെങ്കിൽ അവന് ജോലിയില്ല, അവൻ പെയിന്റ് പണിക്ക് പോകുന്ന, അല്ലെങ്കിൽ ബസ് ഡ്രൈവറാ, ഓട്ടോ ഡ്രൈവറാ, ഇതൊക്കെ പറഞ്ഞിട്ടാണ് ആളുകൾ ഒഴിവാക്കുന്നത്. പക്ഷേ അല്ല, പക്ഷെ ഇതൊക്കെ ഈ ജോലിനെ താഴ്ത്തി കെട്ടി അല്ലെങ്കിൽ അവരെ താഴ്ത്തി കെട്ടിയിട്ടാണ് സംസാരിക്കുക. പക്ഷെ അങ്ങനെയുള്ള പെൺപിള്ളേരാണ് അവസാനം ഏതെങ്കിലും ഷാർജയിലുള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, അവന്റെ ഒക്കെ കണ്ടില്ലേ ഷെമ്മി, കുറെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാര്, MBD ഉദ്യോഗസ്ഥര്, ഇവരൊക്കെ കെട്ടിയിട്ട് ഓരോ പെൺമക്കളുടെ ജീവിതം കണ്ടില്ലേ. അതാണ് ഞാൻ പറഞ്ഞത്, കുറെ ഈ പെൺകുട്ടികളുടെ വീട്ടുകാരുടെ കയ്യിലിരിപ്പും കൊള്ളില്ല, അതുകൊണ്ടാണ് അവര് ജീവിച്ചു സാഹചര്യം അങ്ങനെയാണല്ലോ, അതുകൊണ്ടായിരിക്കും. അപ്പം എന്തായാലും ഈ വിവാഹം എന്ന് പറയുന്നത് വ്യക്തിപരമായ കാര്യമാണ്. പക്ഷെ മോഹൻ ഭാഗവത് പറഞ്ഞ പോലെ അത് പിന്നെ അല്ലെങ്കിലോ ജനസംഖ്യ കൂടുതലാ, പിന്നെ ഒരു ദമ്പതികൾക്ക് 3 കുട്ടികൾ തന്നെ നിർബന്ധം എന്നൊക്കെ അങ്ങനെ പറഞ്ഞേക്കുന്നത്. കുഴപ്പമില്ല, കുട്ടികള് എത്ര എന്തായാലും അതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ, ഇഷ്ടത്തിലല്ല. അല്ലേലും ജനസംഖ്യ കൂടുതലായി. ഒരു പ്രസവത്തിൽ ചിലപ്പോ 4 മക്കളുണ്ടെങ്കിലോ അതൊക്കെ ചിലപ്പം കുട്ടികളില്ലാത്ത ആളുകളില്ലേ, അതൊക്കെ ഒരു പേഴ്സണൽ കാര്യം. എന്തായാലും നല്ലത് ഇപ്പൊ ഈ നല്ലത് എന്താ പറയാ പറഞ്ഞത് നല്ലതാണെങ്കിൽ നല്ല പ്രായം എന്ന് പറയുന്ന അങ്ങനെ പ്രായമൊന്നുമില്ല, നമ്മള് മനസ്സുകൊണ്ട് അല്ലെങ്കിൽ സാമ്പത്തികം കൊണ്ടൊക്കെ ഓക്കെ ആവുമ്പോ കല്യാണം കഴിക്കല്ലാരും. ശരി.